അപ്പോൾ ഇതാണ് സ്ക്രീനർ. ഇപ്പോൾ നമ്മൾ ഇവിടെ സെർച്ച് ഓപ്ഷനിൽ നമ്മൾ ഏതെങ്കിലും കമ്പനിയെ സെലക്ട് ചെയ്തിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും മേൽഭാഗത്തുള്ള എല്ലാ ഡാറ്റാസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒന്നുകിൽ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് അനാലിസിസ്, ചാർട്ട്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. ഇത്രയും ഡാറ്റാസ് ഇതൊന്നും അറിയാൻ പറ്റും. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഡെബിറ്റർ ഡേയ്സ്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിന്ന് ഈ ഒരു കമ്പനിയെ കുറിച്ച്, പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അനൗൺസ്മെൻറ്റ്സ്, പിന്നെ ഒരു മീറ്റിംഗ്, പുതിയ പുതിയ ഇന്നോവേഷൻസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്താലാണ് ഇതിൽ ഇത്രയും കുറച്ചും കൂടെയുള്ള ഡാറ്റാസ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അതിൽ കൂടുതൽ കിട്ടണമെങ്കിൽ ഒരുപാട് സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കണം.